മൂകാംബിക പോകാറുണ്ടോ? എന്താ നീ അങ്ങനെ ഒരു ചോദ്യം? ചോദിച്ചതിന് മറുപടി പറ. നിങ്ങൾ മൂകാംബിക പോകാറുണ്ടോ? അല്ല, അപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകുന്നത് മൂകാംബികയിലോട്ട് പോകുന്നതാണോ നീ വിചാരിക്കുന്നത്? എടാ മക്കളെ, ഈ കണക്കിന് എനിക്ക് അവിടെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് തന്നെ ഓള് പറയുമല്ലോടാ. എന്താ ചെയ്യാനല്ല പറ, പട്ടു പിടിച്ചോള് നല്ല ചേലായി പോയി. എന്ത് പറ്റും അമ്മ? രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആണല്ലോ, എന്താ പ്രശ്നം? അതൊക്കെ ഉണ്ട് മോളെ, എല്ലാം കളഞ്ഞു തെളിഞ്ഞു വരുന്നു. എനിക്ക് അവിടെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് തന്നെ ഓള് പറയുമല്ലോടാ. അമ്മന്റെ ഓഫീസില് എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. സേതു, സേതു, എന്താടി? അമ്മ. സേതു, അമ്മ. ഓ, ഇതാണല്ലോ എന്റെ അമ്മ. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? സുഖം തന്നെയല്ലേ? എന്തിനാ വന്നെന്ന് ചോദിക്ക്. എന്തിനാ വന്നത്? എനിക്ക് ഡിവോഴ്സ് വേണം. അത്രേ ഉള്ളൂ. പറ്റിയ ആളാണ്. കൊടുക്ക് ഡിവോഴ്സ്. അമ്മ എന്തപ്പ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഡിവോഴ്സ് വേണം. അമ്മ ഈ പ്രായത്തിലൊക്കെ ഡിവോഴ്സിന്റെ കാര്യം എന്തിരിക്കണ്? എന്താന്ന് വെച്ചാൽ അച്ഛനായിട്ടങ്ങ് സംസാരിച്ച് തീർത്താ പോരെ? സംസാരിക്കാനും തീർക്കാനൊന്നുമില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛനെയും വിളിച്ചിരുത്തി അമ്മയും അച്ഛനും കൂടെ ഒരുമിച്ച് നമുക്ക് ഇതങ്ങ് പറഞ്ഞ് സോർട്ട് ചെയ്തങ്ങ് സോൾവ് ചെയ്യാം. വക്കീലിനൊരു കേസ് വന്നാ വക്കീല് കേസ് എടുക്കോ, അല്ല കക്ഷിക്കാരെ എല്ലാരെയും കൂടെ വിളിച്ചു കൂട്ടി ഒത്തുതീർപ്പാക്കോ? അല്ല, അത് പിന്നെ അമ്മ ഇപ്പൊ ഒരു വക്കീലിന് കേസ് എടുക്കാൻ പറ്റൂലെങ്കിൽ ആ കാര്യം പറ. നാട്ടില് വേറെ വക്കീലന്മാരുണ്ട്. അല്ല, അമ്മ കാര്യം പറ, നമുക്ക് കേസ് എടുക്കാം. കാര്യം പറ. മിസ്റ്റർ സേതു, മിസ്സസ് ബാമ ഇപ്പൊ എന്റെ ക്ലയന്റ് ആണ്. സോ ഐ നീഡ് ടു ടോക്ക് ടു ഹർ ആൻഡ് യു മേ പ്ലീസ് ലീവ്. ക്ലയന്റാ? ഇതെന്റെ സ്വന്തം അമ്മേണി. ഓഹോ, ഇത് ക്ലയന്റ് ആണെങ്കിലേ ഞാൻ ക്ലയന്റിന് കൂടെ വന്ന ആളാണ്. ഇവൻ ഇവിടെ നിക്കട്ടെന്നേ, ഇവനും കാര്യങ്ങൾ അറിയട്ടെ. അമ്മ പറ, അമ്മേ പറ. അതെ, എന്റെ ഭർത്താവ് ഗണേശൻ നായർ, അദ്ദേഹത്തിന് ഏതായാലും പിരിയാൻ പോവല്ലേ, കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തേക്കാം. അദ്ദേഹത്തിന് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു ഉമ്മുക്കുലിശു. ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞത് ഈ പേരല്ലേ, ഉമ്മുക്കുൽസു? കഴിഞ്ഞ ദിവസം അല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങേരത് പറയാറുണ്ട്, ഉമ്മുക്കുലിശു. അതിന്റെ അർത്ഥം എന്താ? അങ്ങേര് ഇപ്പോഴോളം മറന്നിട്ടില്ല എന്നല്ലേ? എന്റെ പൊന്നമ്മേ, ആ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ആദ്യ പ്രണയമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അത് ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കുന്നത് വിചാരിച്ചത് ഒരു തെറ്റാണോ? അത് പോയിന്റ്. ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചോട്ടെ, അത് തെറ്റല്ല. വെറുതെ അങ്ങനെ ഒരാൾ കാര്യം വിളിച്ചു പറയൂ? വെറുതെ എന്ത് വിളിച്ചു പറഞ്ഞെന്ന് എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. നിന്റെ അച്ഛനെ മൂകാംബികയിൽ ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. ഇത് അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞു? നിന്റെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറയാനോ? നിന്റെ അച്ഛനെ സിനിമയിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് എപ്പോഴും പോകുന്നില്ലേ? അത് സിനിമയിൽ അഭിനയിക്കാനൊന്നും അല്ല, മൂകാംബികയ്ക്കാ പോകുന്നത്. സിനിമയിൽ അഭിനയിക്കാനാണ് ഏതെങ്കിലും ഒരു സിനിമയില് അങ്ങേരുടെ മുഖം കാണൂലേ? നീ കണ്ടിട്ടുണ്ടോ? മോള് പറ, മോള് കണ്ടിട്ടുണ്ടോ? ഈ നാട്ടുകാരും കണ്ടിട്ടില്ല. പിന്നെ 10-40 കൊല്ലം അങ്ങേര് എവിടെ പോയതായിരുന്നു? പറയടാ. അത് അച്ഛനോട് തന്നെ ചോദിക്കേണ്ട കാര്യം. നീ അച്ഛനോട് ചോദിക്ക്. എനിക്ക് ഇനി അങ്ങേരോടൊപ്പം പൊറുക്കാൻ വയ്യ. നിന്റെ അച്ഛനെ മൂകാംബികയിൽ ഉമ്മക്കുലിസോ ഏതെങ്കിലും അവളുമാരുടെ കൂടെ പുറത്തോട്ടെ. എനിക്ക് എന്തായാലും ഡൈവോഴ്സ് വേണം. അമ്മ പറയുന്ന മുഴുവനും ഞാൻ കേട്ടു. നമുക്ക് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഞാനൊന്ന് പറയട്ടെ, എനിക്ക് ഉച്ച വരെ ഒന്ന് സമയം എന്താ, ഞാനൊന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് നമുക്ക് കേസ് വേണോ വേണ്ടോ നോക്കാം. ഇനി എന്താ അങ്ങേരോട് സംസാരിക്കാനാ? അമ്മ, ഞാനൊരു വക്കീലായിട്ടല്ല സംസാരിക്കുന്നത്, ഒരു മോളുടെ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. പറഞ്ഞുകൊണ്ട് ഉച്ച വരെ ഞാൻ ഇവിടെ ഇരിക്കും. അതിനകം അങ്ങേരുമായി സംസാരിച്ച് നീ കേസ് എടുത്തില്ലെങ്കിൽ ക്ലാര വക്കീലെ, ഈ ഭാമ വേറെ വക്കീലിനെ നോക്കി പോവേ. പ്ലീസ് ഇച്ചിരി സമയം എന്താ, ഞാൻ സോർട്ട് ചെയ്യാം. അമ്മേ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ അച്ഛന് മൂകാംബികയിൽ തന്നെ ഈ ഭാര്യ മക്കളുണ്ടെന്നുള്ള കാര്യം അമ്മക്ക് എങ്ങനെ മനസ്സിലായി? എന്നോട് സ്നേഹമുള്ളവര് പറഞ്ഞടാ, അതിന് നിനക്കെന്താ? ആ സ്നേഹനിധിയായ ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി.
സത്യം പറടാ, നീ അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. പറ്റിപ്പോയളിയാ. കൊല്ലത്തെ കല്യാണത്തിന് 1000 പേര് സദ്യയായിരുന്നു. അത് ഇതൊരു 800 പേരെ സദ്യ ഞാൻ വെട്ടിക്കുറച്ച് ബാക്കി പൈസ ഞാൻ എടുത്തളിയ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. എടാ ഇതൊക്കെ എപ്പാ? അപ്പോഴതല്ലേ കാര്യം. ഓ നമ്മളെ തോപ്പുമടിയിലെ കല്യാണത്തിന്റെ പായസത്തിന്റെ എണ്ണം കുറച്ച് തളിയ കാര്യം. എടാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അതും അല്ലേ കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ചോദിക്കുമ്പോ ഒന്നിയൊരു ഹിന്റ് അല്ലെങ്കിൽ ക്ലൂ തരണം. അല്ലാതെ ഒരുമാതിരി കാര്യങ്ങൾ വെച്ചോണ്ടല്ലേ തെറ്റിച്ച കണക്കുകളെല്ലാം ഞാൻ പറയേണ്ടി വരും. പറഞ്ഞിട്ടുണ്ടേ ഞാൻ. നീ അല്ലടാ എന്റെ അമ്മയുടെ മൂകാംബിക യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞത്. എടാ നീ പറയാതെ എന്റെ അമ്മ ഈ മൂകാംബിക യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്നും അറിയൂല. അത് പറ. ഇവിടെ മൂകാംബികത്തിന്റെ അച്ഛന് കുടുംബമുള്ള കാര്യമല്ലേ, അതായിരുന്ന കാര്യം. ഞാൻ എന്നെ അവിടെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെള്ളത്തിൽ നിന്ന് കളിക്കല്ലേ? നിനക്കെന്തൊരു പ്രാന്ത? അവന്റെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയതാണ്. എന്തിന്? ഇവനാണ് അമ്മയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഏത് മൂകാംബികരെ കാര്യോ? ആ ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ, ആവശ്യമില്ലാതെ അമ്മയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കരുതെന്ന്. ഏതോ അല്ല ഇവനെങ്ങനെ ഇതറിയാം? ഇനി പറയുന്നതിന് വല്ല സത്യം ഉണ്ടോ? എന്ത് സത്യം? ഒരു സത്യമില്ല. എന്റെ അച്ഛനെ പറ്റി അനാവശ്യം തന്നെ പറഞ്ഞാണ്ടല്ലേ. എന്റെ പൊന്നു മൂകാംബിയെ. അല്ല ക്ലാരെ, ഇതേ സംശയം ഇന്ന് രാവിലെ എന്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു. എന്റെ അടി വയറ്റിലാണ് പോയിട്ട് ചവിട്ടിയത്. ഇതിന് ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. എടാ പിന്നെ എങ്ങനെയാടാ എന്റെ അമ്മ ഒരു വള്ളിയും പുള്ളിയും തെറ്റാതെ ക്ലാരയുടെ ഓഫീസിൽ ചെന്ന് ഇവിടെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറയണത്? അത് കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ നീ ഞാൻ മാത്രമാണോ ഇരുന്ന? നിന്റെ അല്ലല്ലേ ഇരുന്ന? അവൻ ചെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു തുടങ്ങില്ല. എന്നെ നെഞ്ചത്തൊന്ന് കയറാ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നീ ഞാനും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ പുറം ലോകം അറിയില്ല, എന്റെ മനസ്സിൽ തന്നെ ഇരിക്കും. അറിയോ? ഇതേ മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. ഇനി അമ്മ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഉണ്ടെങ്കിൽ ചെയ്തു ഞാൻ ഈ കേസ് അങ്ങ് ഫോർവേഡ് ചെയ്യും. എന്തിന്റെ കേടാണത്? ചെയ്തു ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഞാൻ. ന്യായമല്ലേ? എടാ നിങ്ങളുടെ കയറുന്നു തെന്നി കിടക്കുക. എടാ ഈ കുളത്തില് നിന്നെയാണ് മുക്കി താത്തേണ്ടത്, മനസ്സിലായില്ലേ? എടി ആവശ്യത്തിന് കൂടുതൽ കേസ് ഞാനും ഇവനും കൂടെ നിനക്ക് കൊണ്ട് തന്നില്ലേ? ഇനി എന്തിനാണ് ഈ ആക്രാന്തം? അല്ല എന്നാലും ഇതിന്റെ പിന്നിൽ എനിക്കൊരു അന്വേഷണം നടത്തണം. എന്തിന്? എടി ഈ വയസ്സാം കാലത്ത് അച്ഛനും അമ്മനും വെറുതെ അടിച്ചു പിരിക്കണം എന്തിനാണ്? ഞാൻ എന്താ ചെയ്യണ്ടപ്പോ? എടി ആദ്യം നമുക്ക് അച്ഛന് പറയാനുള്ളത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പോയി കേട്ടു നോക്കാം, എന്നിട്ട് പോരെ? നീ എന്തിനാ വെള്ളത്തിൽ നിൽക്കുന്ന? വാ ഇങ്ങോട്ട്. തൽക്കാലം നിന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നു. പക്ഷെ മോനെ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും പ്ലേ നിന്റെ ഉണ്ട് എങ്ങനെ ഞാൻ അറിഞ്ഞ നിന്റെ ജഡം ഈ കുളത്തിൽ പൊന്തും മോനെ രാമാനുജ. കേട്ടാ? ഇതിന്റെ നെല്ലും പതിരും തിരിച്ചെടുത്തിട്ട് രാമാനുജ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല കളി എന്തെടുത്ത വടി മാഷേ അല്ലാ മോനെ എങ്ങനുണ്ട്? നല്ല ബോറാണ് മോനെ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത് അപ്പൂപ്പൻ എന്തോ ഒരു സിനിമയിൽ ഒരു നല്ല വേഷം കിട്ടാത്തേന്ന്. നല്ലത് കണ്ടാൽ നല്ലതായിട്ട് തന്നെ കാണണം. നല്ലത് ഞാൻ കണ്ടില്ലല്ലോ, ഇല്ലെങ്കിൽ ഞാൻ നല്ലത് പറയുമല്ലോ. ഈ നല്ലതായിട്ടല്ല ചെയ്തത് കണ്ടേ. നല്ല വേഷം അമ്മ കാണണ്ട. എന്താടാ ഈ വേഷത്തിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതാ നിന്റെ അമ്മ എന്തിയെ രാവിലെ തൊട്ടേ കാണുന്നില്ലല്ലോ? ആക്ച്വലി അച്ഛ അത് പറയാൻ വേണ്ടിയാ ഞങ്ങള് വന്നത്. മോളെ നീ അകത്ത് ചെല്ലട്ടോ. സീക്രട്ട് ആണോ അമ്മ? സീക്രട്ടാ, ഒരു ചെറിയ സീക്രട്ടാ. പക്ഷെ നിനക്ക് ഒരുപാട് ഹോംവർക്ക് ഇല്ലേ ചെയ്യാൻ? ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ചെല്ല പോയി ചെയ്യ. മിനു ഗോ ഇൻസൈഡ്. അച്ഛാ ഒന്ന് ശ്രദ്ധിക്കച്ചാ. പിന്നെ അതില്ലേ എന്റെ ഫോൺ കാണുന്നില്ല. അമ്മ വേണമെങ്കിൽ രാവിലെ എടുത്തോണ്ട് പോയത്. എന്താണെന്നറിയോ? ഞാനാണെങ്കിലേ മൂകാംബിക ട്രോൾസ് കണ്ടോണ്ടിരുന്നതാ. അത് കണ്ടപ്പോ എന്റെ അടുത്ത് ദേഷിച്ചിട്ട് ഫോൺ എടുത്തോണ്ട് പോയി. മൂകാംബിക ട്രോൾസോ? മൂകാംബിക യൂണിവേഴ്സ്. ഇന്നലെ ഞാനും അമ്മൂമ്മന്റെ അടുത്ത് കൊറേ കണ്ടു. നല്ല അടിപൊളി കോമഡി, കൊറേ ചിരിക്കാനും ഉണ്ടായിരുന്നു. ശരി ശരി, ഫോണേ ചിലപ്പോ നമ്മുടെ റൂമിൽ കാണും. നീ അവിടെ പോയി നോക്ക് കേട്ടോ. ചെല്ലു. അതെ അച്ഛാ, മീനു ഇപ്പൊ പറഞ്ഞ മൂകാംബിക ട്രോൾസ് എന്താന്ന് അച്ഛന് മനസ്സിലായോ? ഞാനിതൊന്നും കാണാറില്ല. അല്ല ട്രോള് കാണുന്ന പ്രായമാണോ അല്ലെങ്കിൽ എനിക്ക്? അച്ഛാ സത്യം പറ, അച്ഛനൊരു ഉമ്മുക്കുൽസൂൻ അറിയോ?
എന്താടാ നീ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? പറ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു പാടും ഇല്ല. അച്ഛനുള്ള കാര്യം പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ ഉമ്മുക്കുൽസുമായിട്ട് അച്ഛന് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ബന്ധമാ? ബന്ധത്തിന്റെ ബന്ധമാടാ. എടാ, എനിക്ക് ഇത് വെക്കാനുള്ളൂ. കൂൾ കൂൾ കൂൾ. മുന്നേ. ഇല്ല വിട് കൂൾ. അതെ അച്ഛാ, ഓപ്പൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അന്റെ അമ്മ ഓഫീസിൽ വന്നിരിപ്പുണ്ട്. ഓഫീസിലോ? ആ എന്തിന്? ഡിവോഴ്സിനാണോ? അച്ഛാ, ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. അമ്മ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞോണ്ട് ഓഫീസിൽ വന്നിരിക്കുന്നേ. അച്ഛാ, ഈ പ്രായത്തിൽ നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് പെണ്ണുപോലും കിട്ടൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെന്തെങ്കിലും കിട്ടൂടാ. നീ മിണ്ടായിരി. നീ പറ. അതായത് പിന്നെ അച്ഛാ, അച്ഛന് മൂകാംബികയിലെ വേറെ ഒരു കുടുംബം ഉണ്ടെന്നോ അങ്ങനെ എന്തോ പറയുന്നമ്മ. ഇവിടെ ഉള്ള ഒരുത്തര പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മൂകാംബികല്ലോ ഒരെണ്ണത്തിന്. അവിടുത്തെ ഭാഷ പോലും എനിക്കറിയത്തില്ല. അച്ഛൻ തമാശ വിട്. എന്നിട്ടുള്ള കാര്യം പറ. അച്ഛന്റെ ഈ സിനിമാ ജീവിതത്തില് എപ്പോഴെങ്കിലും ഒരിക്കല് ഈ പറഞ്ഞ ഉമ്മുക്കുൽസു എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? എന്താ ബന്ധം ഉണ്ടാക്കാനാ? എടാ, ഉമ്മുക്കുൽസുവിനെ ഇവിടെ എല്ലാവർക്കും അറിയാം. അത് അവക്കും അറിയാം. എല്ലാവർക്കും പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എനിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാ മോളെ കാര്യം അവൻ എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാനൊരു എതിർപ്പും പറഞ്ഞില്ലല്ലോ. എനിക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാ എന്റെ മോനെങ്കിലും അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, ട്വിസ്റ്റ് ട്വിസ്റ്റ്. ഭീകര ട്വിസ്റ്റ്. ഞാനൊന്ന് പറയട്ടെ. ഇത്രയും നേരം ഇതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ട്. ഇത്രയും കാലം പറഞ്ഞ കഥ എന്തായിരുന്നു? ക്ലാര. ആ പേര് എന്ത് നല്ല പേര്. ഏതോ ഒരു ജയകൃഷ്ണൻ എവിടുന്നോ എങ്ങോട്ടോ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായിരുന്നു പാട്ട്? ഇതൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ വേറെ കഥ പറഞ്ഞ അച്ഛാ? മോളെ, അതെ, അത് വേറൊരു കാര്യം. ഇത് അച്ഛൻ ഇങ്ങനെ ഉരുണ്ട് കളിച്ചാൽ ശരിയാവില്ല അച്ഛാ. അച്ഛൻ ഈ പറയുന്ന രണ്ട് കഥകളും തമ്മിൽ നല്ല വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട്. ഉണ്ട്. അതെ അച്ഛാ, അന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സീരിയസ് ആയിട്ട്. ഞാൻ നാളെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നാലും അച്ഛന് എതിർപ്പൊന്നും പറയില്ലല്ലോ അല്ലേ? അന്ന് നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. തോറ്റ വിഷയത്തിന് പോയി പേപ്പർ എഴുതിയടിച്ച് നല്ലൊരു ജോലി കണ്ടുപിടിച്ച് ജീവിക്കാൻ നോക്കണ. ഇയാള് വിളിച്ചിറക്കി കൊണ്ടുവരാൻ നോക്കുന്നു. വെച്ച് മേടിക്കുന്നില്ല കേട്ടോ. പോടെ, കൂൾ ഡാഡി കൂൾ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അമ്മേനോട് സംസാരിച്ച് സോർട്ട് ചെയ്യാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം അമ്മയ്ക്ക് ചെറിയൊരു സംശയം. അത് നമുക്കൊന്ന് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. അതെ, മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനോട് ഒന്ന് സംസാരിക്കാം. നല്ല ഒന്നാം തരം നുണക്കഥ. എന്റെ പൊന്നച്ചോ, അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വിശ്വാസമായിട്ടില്ല. സത്യം പറ, എനിക്ക് മൂകാംബികയില് എത്ര പെങ്ങന്മാരുണ്ട്? അപ്പൊ എന്നെ എന്താ പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്തതാ? മൂകാംബികയിൽ ഞങ്ങൾക്ക് എത്ര പെങ്ങന്മാരുണ്ട്? അച്ഛനെ അത് പറ. മക്കളെ ക്ലാരെ, അവക്കോ വിവരമില്ല. അവിടെ വയറ്റിൽ ജനിച്ച യുവമാർക്ക് രണ്ടും വിവരമില്ല. എന്റെ മക്കളതാണോ? അതോ? എന്റെ മക്കള് നല്ല കുടുംബത്തിൽ ജനിച്ചവള്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവള്, സമൂഹമായിട്ട് നല്ല ബന്ധമുള്ളവള്. എന്റെ മോക്ക് വിശ്വാസമാവുന്നല്ലോ അച്ഛൻ പറഞ്ഞ പോലെ. അച്ഛനങ്ങനെ മോളെടുത്ത് കള്ളം പറയൂ? ഇല്ല, എനിക്കറിയാം. എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസം. അവളങ്ങ് പൊക്കി വെച്ചപ്പോഴേക്കും മലന്നങ്ങ് വീണതില്ല അവള്. അതൊന്നും അല്ല, എനിക്കല്ലേ എന്റെ അച്ഛനെ നല്ല വിശ്വാസം. അച്ഛാ, അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനി എങ്ങാനും ഉമ്മുക്കുൽസു എന്നുള്ള സ്ത്രീയെ ഈ വീട്ടിലോട്ട് കയറി വരുമോ? എടാ, ഇത്രയും കാലത്തിനകത്ത് എന്നെ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു ഉമ്മുക്കുൽസു പോലും വരില്ല. അങ്ങനെ പറയാൻ പറ്റട്ടെ. അച്ഛൻ പിന്നെ എന്തിനാ അമ്മയോട് പറഞ്ഞു അച്ഛന് മൂകാംബികയിലെ കുടുംബം ഉണ്ടെന്ന്? എന്റെ മുമ്പിൽ വെച്ചല്ലേ അച്ഛൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അച്ഛൻ പറയട്ടെ. അയ്യോ എടാ മക്കളെ, അന്നേരത്തെ സാഹചര്യത്തിൽ എന്റെ വായിന്നൊരു തമാശ വീണ് പോയതാണ്. ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, എനിക്ക് അച്ഛനെ നല്ല വിശ്വാസമാണ്. ഞാനിത് സോൾവ് ചെയ്ത് തരാം. ഞങ്ങളൊന്ന് പോയി അമ്മയടുത്ത് സംസാരിക്കട്ടെ. പോയിട്ട് വരാം. അച്ഛൻ ഇവിടെ നിൽക്ക് കേട്ടോ. ചെയ്തു വാ, നമുക്ക് പോവാം. ഞാനും വരാം. നീ അങ്ങോട്ട് വരാൻ നിൽക്കുവാടാ. പിന്നെ എന്റെ അച്ഛനമ്മക്ക് ഒരു കാര്യം വരുമ്പോ ഞാനും പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയൊക്കെ ചിന്തിക്കാൻ മാത്രം ബുദ്ധി നിൽക്കണ്ട. പിന്നെ നീ ഇവിടെ അച്ഛനോട് നിന്നാ മതി. ഞങ്ങള് വലിയൊരു പോയി സംസാരിച്ചിട്ട് വരും കേട്ടോ. അച്ഛാ, പിന്നെ ഇവിടെ നിൽക്കും. മക്കള് പോയിട്ട് നിക്കണം കേട്ടോ. ചെയ്തോന്നേ. അമ്മ, നീ എന്താടാ ഇവിടെ? എന്തുപറ്റി? ഒന്നുമില്ല. നമ്മുടെ അച്ഛനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായമ്മ. ഞാൻ ഈ സംശയം സേതുവിനോട് ചെന്ന് പറഞ്ഞു.
അപ്പോൾ സേതു എൻ്റെ അടുത്ത് പറയാണ് നീ ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ കുളത്തിൽ കൊണ്ട് മുക്കി കൊല്ലാൻ നോക്കി അമ്മ. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ അമ്മ. സംശയ എന്ത് സംശയം? നീ എന്താ സേതുവിനോട് പറഞ്ഞേ? അത് പിന്നെ നമ്മുടെ അച്ഛൻ മൂകാംബിയ സംശയം അങ്ങനെ ഒരു സംഭവം ഇവിടെ നിലവിലുണ്ടല്ലോ അമ്മ. ആ, അപ്പൊ നിനക്കും തോന്നിയല്ലേ അങ്ങനെ? എനിക്കും ചെറുതായിട്ടൊന്ന് തോന്നി. അത് പിന്നെ മോനെ രാമാനുജ, ഓ പറയമ്മ പറയമ്മ. ഞാൻ നിന്നെ സ്വന്തം മോനായിട്ടല്ലേ കണ്ടിട്ട്. തന്നെ അപ്പൊ പെറ്റ അമ്മയ്ക്ക് ഒരു സങ്കടം ഉണ്ടാക്കുന്നതിന് നീ കൂട്ടു നിൽക്കോടാ? ഇല്ല അമ്മ, കൂട്ടു വയ്ക്കത്തില്ല, ഒരിക്കലും ഇല്ല അമ്മ. അവന്റെ സംശയം എന്താ നമ്മോട് പറ. അമ്മ സംശയം വേറെ ഒന്നുമല്ല അമ്മ. അച്ഛൻ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ. പക്ഷെ ഒരു സിനിമയിലും നമ്മൾ അച്ഛനെ കണ്ടിട്ടുമില്ല. എന്തിന്? അറ്റ്ലീസ്റ്റ് ഒരു ഡെഡ് ബോഡി ആയിട്ട് പോലും നമ്മൾ അച്ഛനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴെനിക്കൊരു സംശയം തോന്നിയമ്മ. കാരണം ഈ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ എല്ലാ അച്ഛന്മാരും ഇങ്ങനെ മൂകാംബിക പോകണമെന്നും പറഞ്ഞ് പോകും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ മക്കളുണ്ട്, അവിടെ ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം അതുപോലെ അവിടെ ഒരു കുട്ടികളുണ്ടാവുമോന്ന്, ഒരു ഭാര്യ ഉണ്ടാവുമോന്ന് എനിക്കൊരു സംശയം. നീ എന്നിട്ടത് സേതുവിനോട് പറഞ്ഞമ്മ. ഞാൻ പറഞ്ഞതും അവൻ്റെ അടിവയറ്റിലോട്ട് ഒറ്റ ചവിട്ടമ്മ. ഇപ്പോഴും എനിക്ക് അതിന്റെ വേദന മാറിയിട്ടില്ല അമ്മ. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം അമ്മ. അപ്പൊ എനിക്ക് മാത്രമല്ല അല്ലേ ഈ സംശയം ഉണ്ടായത്? അല്ല അമ്മ, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടമ്മ സംശയം, എല്ലാവർക്കും ഉണ്ട്. നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ദാ അമ്മ ഇരിക്കണം, ചോദിച്ചോക്കടാ. അമ്മ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞ അമ്മ. ചോദിയടാ അമ്മയുടെ അടുത്ത്, ചോദ്യടാ. നിർത്തിക്കാ നിന്റെ നാടകമൊക്കെ. അച്ഛനെ പറ്റി ഒരു കാര്യം അവൻ വന്ന് നിന്നോട് പറഞ്ഞില്ലേ? നീ അവരെ കണ്ണൂർപ്പിച്ച് നോക്കട്ട. ഞാൻ ചോദിച്ചൊരു സമാധാനം പറ. എന്റെ പൊന്നമ്മ, ഒരു ബോധം ഇല്ലാത്തവനാണ് ഒരുത്തൻ ഈ നിക്കണത്. അവൻ വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ചോണ്ട് അമ്മ ഇതൊക്കെ തലയെ കയറ്റി നടക്കണമെന്നിനാ. എടാ, എനിക്ക് തോന്നി അതേ സംശയം ഇവനും തോന്നി. അവനത് വന്ന് നിന്നോട് പറഞ്ഞു. ഒന്നുമില്ല, നീ അങ്ങനെ മോനല്ലേ, വെറുതെങ്കിലും നിനക്കൊന്ന് അന്വേഷിക്കാറില്ലടാ. എന്തിനി? എടാ, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നിയ സംശയം പോട്ടെ, പക്ഷെ അങ്ങേരത് വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തീയില്ലാതെ പുക ഉണ്ടാവുമോ? എന്റെ പൊന്നമ്മ, ഒരു തീയും ഇല്ല, ഒരു പുകയും ഇല്ല. ഒരു കണക്കിനാണ് മനുഷ്യൻ ഓരോന്നും സെറ്റ് ചെയ്ത് വന്നത്. അതിന്റെ അടുത്ത് ഓരോന്നും ദേഷ്യപ്പെടണേ. നിനക്ക് ഈ കേസ് വാദിക്കാൻ പറ്റൂ? അമ്മേ, അതായതേ ഞാനിപ്പോ അച്ഛനോട് സംസാരിച്ചു. ഇത്രമാത്രം പ്രശ്നമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, നമുക്കത് സോർട്ട് ചെയ്യാം. അത് ശരി, അങ്ങേര് പറഞ്ഞതും കേട്ടു വന്നിരിക്കോ നീ അല്ലേ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീട്ടിലൊരു വക്കീലുണ്ടേലും എനിക്കൊരു കേസ് നടത്തണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വക്കീലിനെ കൊണ്ടുവരണമെന്ന്. അമ്മ എങ്കിൽ കേസ് ജയിക്കും അമ്മ. മാറ്, ഞാൻ പുറത്തുനിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ പോവാ. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കണോ? എടുത്തു ചാടി അല്ല, ഞാൻ എല്ലാം തീരുമാനിച്ചു. നീ മാറ്. മോനെ രാമാനുജ, ഓ അമ്മ പറയമ്മ. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, നിനക്കൊന്ന് കൂടെ വരാമോ? അമ്മ എവിടെ വിളിച്ചാലും ഞാൻ വരുമമ്മ. കാരണം എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. എന്നാ വാ, വണ്ടി ഇറക്കും. അല്ല അമ്മ, നമുക്കൊന്ന് ഒന്നിച്ചിരുന്നേ. അമ്മേ പോലെ അമ്മ പറയുന്ന കേക്ക്. ഒന്ന് നിക്കമ്മേ. അമ്മേ, നീ വാടാ മോനെ. നീ എങ്ങോട്ട് പോന്നു? അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? വേണം. നീ നിനക്ക് ഡിവേഴ്സ് അല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. പക്ഷെ ഞാൻ പറയുന്നു കേൾക്കണം. ഓഹ്, എനിക്ക് കേക്കണ്ട. എന്തായാലും നീ എന്നെ വേണ്ടെന്ന് തീരുമാനിക്കുക. എടീ, ഞാനൊരു 5 മിനിറ്റ് നിന്നോട് സംസാരിക്കട്ടെ. വേണ്ടെന്നോ? എന്റെ അമ്മ, അച്ഛൻ പറ, അമ്മ കേക്കും. എടീ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-40 വർഷമായി. നിന്നെ ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടോന്നോ, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്താന്നോ, ഏത് സമയത്താന്നോ, ഇത് വല്ലതും നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഞാനത് ഓർത്തോണ്ട് നടക്കുമല്ലേ? ഞാൻ നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഇതിനകത്തുണ്ടടി. ചുമ്മാ അമ്മ, കോട്ടിനകത്തൊന്നുമില്ല. കോട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. നീ ആവശ്യമില്ല സംസാരിക്കട്ടോ, ഓരോന്ന് ഒപ്പിച്ച് വരുമ്പം കേട്ടോ. നീ അതൊക്കെ മറന്നു കാണും, പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല. 1985 ഒരു ആഗസ്റ്റ് 13 ഉച്ചയ്ക്ക് 2 മണിക്കാ ഞാൻ നിന്നെ കണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതെന്ന്. അന്ന് നീ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ വേണം. ഞാൻ പറയട്ടെ, നല്ലൊരു ചുമന്ന ബ്ലൗസും പാവാടയും, നിന്റെ ഈ വലതുവശത്ത് നല്ലൊരു മഞ്ഞപ്പൂവും. ആ മഞ്ഞപ്പൂവാ നിന്നെ ഏറ്റവും വലിയ സുന്ദരിയാക്കിയത്. ഇത് നോക്ക്, കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട്, അത് സത്യമാ. പക്ഷെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല, അറിയാമോ? ഒരു അക്ഷരം പോലും ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോടാ മൂകാംബികയിൽ എനിക്കൊരു പെണ്ണും കൊച്ചുമൊക്കെ ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞത്. എനിക്ക് അത് എന്തുമാത്രം വിഷമുണ്ടാക്കിയെന്നറിയാമോ? കേട്ടോ മക്കളെ? അപ്പോഴേ ക്ലാരയുടെ പപ്പ വന്ന് അന്വേഷിച്ചപ്പോ നിങ്ങൾ പണ്ടത്തെ ഓർമ്മയിൽ ഉമ്മുക്കുൽസുവിനെ പറ്റി പറഞ്ഞതാ. ഓ, ഉമ്മുക്കുൽസു വന്നോ? അതാണോ നിന്റെ പ്രശ്നം? അല്ല, ഉമ്മുക്കുൽസും ഞാനും ആയിട്ട് പ്രേമമായിരുന്നെന്ന് കൂടെ എല്ലാവർക്കും അറിയാം.
പക്ഷെ 10 വർഷത്തിന് മുമ്പ് എന്നെ കൂടെ പഠിച്ച വാസു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ് ഉമ്മുക്കുലിസും മരിച്ചു പോയെന്ന്. ആ ഉമ്മുക്കുലിസിനെ പറ്റിയല്ലയോ നീ പറയുന്നത്? ഉമ്മുക്കുലിസും മരിച്ചു പോയ ദിവസം ഞാനൊരല്പം മദ്യം കഴിച്ചു പോയി. അന്നേരം എനിക്കില്ല പഴയ ഓർമ്മകളൊക്കെ വന്ന്. ആ ഒരു ഏപ്രിൽ മാസമാണെന്ന് തോന്നുന്നു. അന്നേരം ആ ക്ലാരയുടെ അപ്പച്ചനോട് വന്നത്. ഞാൻ എന്തൊക്കെയോ അന്നേരം വിളിച്ച് പറഞ്ഞു പോയി. എന്താ മനുഷ്യനല്ലയോ? ഉമ്മുക്കുൽസ് മരിച്ച 10 വർഷം മുമ്പേ പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. നിങ്ങൾക്കറിയാലോ, എനിക്ക് എന്തേലും കിട്ടിയ പിന്നെ ഞാനിങ്ങനെ കാട് കയറി ചിന്തിക്കുന്നു. അതെനിക്കറിയാം ഭാമേ. എന്നാല് എന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം പോലും നിങ്ങൾ ഓർത്തിരിക്കല്ലോ. എനിക്ക് നീയും നിന്റെ ഓർമ്മകളും മാത്രമല്ലേ ഉള്ളു. നിങ്ങൾ എന്നോട് ക്ഷമിക്കും, ഞാൻ ഓരോന്നറിയാതെ. ഓ സാരമില്ല. ഇങ്ങോട്ട് അറിയിക്കണം, ഇനി മേല എരുതിയിൽ എണ്ണ ഒഴിക്കണ പരിപാടി കൊണ്ട് നീ വന്നാ ഞാൻ എന്ത് ചെയ്ത്? പിന്നെ നീ അല്ലാതെ ഇവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മേ. ഇനിയും എന്തായാലും അമ്മേ, അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ. മക്കളെ ആ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ച് സോൾവ് ആയത് വലിയ ഭാഗ്യം തന്നെ. എങ്ങാനും നാട്ടുകാരെങ്ങനെ അറിഞ്ഞിരുന്നെങ്കിലാ ഒക്കെ കൂടെ തലയിൽ മുണ്ടിട്ട് നടക്കണ്ടോ തന്നെ. അത്ര വലിയ പ്രശ്നമാണോ? നീ ലൈവ് പോവാണോ? അതെ, അപ്പൂപ്പനും അമ്മൂമ്മ വഴക്കൂടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാൻ. ഓ പേടി അവിടെ ലൈവ്. എടി നിന്റെ ഫോണും ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവരിട്ട് ഞാൻ കത്തിക്കും. അതിന് അവര് സോൾവ് ആയില്ലേ, പിന്നെന്താ പ്രശ്നം? അമ്മ ഞാൻ ഒന്ന് സൈനിങ് ഓഫ് അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഹലോ ഗൈസ്, അപ്പം എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മ സോൾവ് ആയിരിക്കുകയാണ് ഗൈസ്. എന്റെ വീട്ടിലെ സീൻ ഇത്തിരി കോൺട്രാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. സാരമില്ല മോളെ, അവള് കൊച്ചു കുഞ്ഞല്ലേ. ആ പിന്നെ കുഞ്ഞി. ആ അപ്പഴേ പ്രശ്നമെല്ലാം തീർന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോവാം. നമ്മളെന്തോ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ. അച്ഛാ ഒന്ന് നിന്നേ. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ സേതുവായിട്ട് ഇറങ്ങി വരുന്നത് ഒരു ഫെബ്രുവരി 20-ാം തീയതി. അതായത് എന്റെ പപ്പ വന്ന് അച്ഛനോട് സേതുവിന്റെ കാര്യങ്ങൾ ചോദിച്ച് വീട്ടിൽ വന്ന് നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ അതൊരു ജനുവരി അവസാനമായിരിക്കും. അങ്ങോട്ടേക്കൊക്കെ ശരിയാവുന്നില്ലല്ലോ. ഉമ്മുക്കുലിസ് മരിച്ചു എന്നുള്ളത് പിന്നെ അച്ഛൻ നേരത്തെ അറിഞ്ഞോ? അതൊക്കെ പറഞ്ഞു കേട്ടോ, എല്ലാം തീർന്നു. മരിച്ചിട്ടില്ല. അവളോടൊക്കെ വയറ് പോലെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ അമ്മയെ കാണാൻ പോയ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞതോ? മോളെ അവക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലയോ, അതല്ലയോ വെച്ചങ്ങോട്ട് തള്ളിക്കൊടുത്തത്. പക്ഷെ ഒരു കാര്യം, ഡ്രസ്സിന്റെ കാര്യം സത്യം കിട്ടിക്ക്. ഇവിടെ എല്ലാരും അത് വിശ്വസിച്ചു കേട്ടോ. ഞാനൊരു നടനല്ലേ മോളെ. ഗണേഷ് ലാലെ സത്യം പറ, മൂകാംബികയില് കുടുംബം ഉണ്ടോ? മോളെ ഗണേശൻ കള്ളം പറയും, പക്ഷെ ആരെയും ചതിക്കത്തില്ല. അത് എന്റെ മോക്ക് വിശ്വസിക്കാം. അച്ഛാ ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ?